ഇപ്പോ രമേശ് ചെന്നിത്തല വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അദ്ദേഹം ഇന്നലെയൊക്കെ ഈ സമയം പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നേരത്തെ വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പായും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമില്ലാത്ത രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുമോ, പ്രത്യേകിച്ച് അത്രത്തോളം സീനിയോറിറ്റിയുള്ള നേതാവ്, അദ്ദേഹം അത് ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. അത് ഒരിക്കൽ കൂടി നടക്കാതെ പോയി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ. പക്ഷേ ആ ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ അവിടുത്തെ ക്യാബിനറ്റിലെ രണ്ടാമൻ എന്ന് പറയുന്ന അത് CM-ന് ശേഷം കിട്ടുന്ന ഏറ്റവും ദ വെരി ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാവുന്ന വകുപ്പ് ആഭ്യന്തര വകുപ്പ്. ഒരിക്കൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നാണ്. പക്ഷെ അത് പൂർണ്ണ ടൈമിലായിരുന്നില്ല കേട്ടോ. അത് 2 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആ സർക്കാരിന് അതേ വലിയ അഴിമതി ആരോപണമൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവണം. ആ കാലം, ബാർക്കോഴ കാലമൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 10 വർഷങ്ങൾ കഴിയുന്നു. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആഭ്യന്തരമന്ത്രി ആവാൻ പോകുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രി വിജിലൻസിന്റെ അടക്കം ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അതോടെ അദ്ദേഹത്തിന്റെ പരിഭവം മാത്രമല്ല, അദ്ദേഹത്തിന് കൂടെയുള്ളവരെ പരിഗണിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ഒരു ശുഭകരമായ ദിവസം എന്നുള്ളതാണ് ഇന്നലെ UDF ക്യാമ്പിന്റെ കോൺഫറൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.